പാർലമെന്ററി കാര്യ സഹമന്ത്രി, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ജന്മസ്ഥലം, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ ഉജ്ജ്വല സാന്നിധ്യം, അനുസ്മരണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഇന്ന് ശ്രീ ഡി അശ്വിനിദേവിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ചിട്ടുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ പരിപാടിയുടെ സംഘാടക സമിതിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ രമണൻപിള്ള, അഡ്വക്കേറ്റ് എസ് രമണൻപിള്ള അവർ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചു മടങ്ങിയ ബഹുമാന്യനായ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള അവർ, വേദിയിൽ സന്നിഹിതയായിട്ടുള്ള കായംകുളത്തിന്റെ ബഹുമാന്യായ MLA അഡ്വക്കേറ്റ് യു പ്രതിഭ അവർ, എനിക്ക് മുൻപേ അശ്വിനിദേവിനെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തിയ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന പ്രചാരകനായിട്ടുള്ള ശ്രീ എ ഗോപാലകൃഷ്ണൻ അവർ, ഇവിടെ ഈ ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിച്ചുകൊണ്ട് ഭദ്രദീപം തെളിയിച്ച ബഹുമാനിയായ പ്രതി ചേച്ചി, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശ്രീ രാജീവ് ആലങ്കർ, കൃതജ്ഞത സ്വാഗതം ഓതിയ ശ്രീ ബി ശ്രീപ്രകാശ്, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ ബി ജീവൻ, മറ്റ് വേദിയിലിരിക്കുന്നവരെ പോലെ തന്നെ ബഹുമാന്യരായിട്ടുള്ള നിരവധി ആളുകൾ സദസ്സിലുണ്ട്. ഞാൻ അവരെല്ലാവരുടെയും പേരുകൾ ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് സമയത്തിന്റെ പരിമിതികൾക്കാണ് ഞാൻ വാസ്തവത്തിൽ ശ്രീ അശ്വിനിദേവിന്റെ മരണത്തിന് ശേഷം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് അശ്വിനിദേവുമായിട്ട് അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളുകളുടെ അനൗപചാരികമായിട്ടുള്ള സംഭാഷണങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ആശയം എടുത്തിട്ടുള്ളത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പൊതുവെ കരുതുന്നത് മനുഷ്യൻ കൂടുതൽ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നതാണ്. മനുഷ്യർ അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന, അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ഇതേ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ഇതേ ഒരു പ്രതിഫലനമാണ് പൊതുപ്രവർത്തകരെ കുറിച്ചും സാമൂഹ്യ പ്രവർത്തകരെ കുറിച്ചും സമൂഹത്തിൽ ദൗർഭാഗ്യവശാൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമായിരിക്കും എന്നുള്ളതിൽ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സമൂഹത്തിന് വേണ്ടി തന്നെക്കുറിച്ച് മാത്രമല്ല സമൂഹത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്ന നിരവധി ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, അത് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പൊതുവായി നടത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് കായംകുളത്തെ ഒരു കൂട്ടം ആളുകൾ, അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട്, അശ്വിനിദേവ് പ്രവർത്തിച്ച വ്യത്യസ്ത മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെല്ലാവരും തന്നെ ഒരുമിച്ച് വന്നുകൊണ്ട് ഒരു സംഘാടക സമിതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തതും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചത് വളരെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. കാരണം കായംകുളം കേരളത്തിനൊരു മാതൃക കാണിച്ചുകൊണ്ട് പൊതുപ്രവർത്തകരുടെ സംഭാവനകൾ സമൂഹത്തിൽ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ജീവിക്കുന്നവരുടെ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതും ആ സംസ്കാരവും ആ രീതികളും തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു അശ്വിനിദേവന്റെ അനുസരണം മാത്രമല്ല, അശ്വിനിദേവ് ഒരു നിമിത്തമാണ്. അശ്വിനിദേവ് ഒരു വർഷം മുമ്പ് നമ്മുടെ ഇടയിൽ നിന്ന് പോയി. പക്ഷേ ഇന്നും അതുപോലെയുള്ള നിരവധി ആളുകൾ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്നവരോടൊരു കടപ്പാട്, ആ കടപ്പാട് അവരുടെ ജീവിത
ജീവിതാവസാനത്തിന് ശേഷവും സമൂഹത്തിൽ ഉണ്ടാകും എന്ന് പൊതുസമൂഹത്തോട് സൂചിപ്പിക്കുക. ഇന്ന് ജീവിക്കുന്നവർ അവരോട് അവരെ ഓർമ്മിപ്പിക്കുക. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ഈ പരിപാടിയിൽ സദസ്സിലിരിക്കുന്ന നിരവധി ആളുകൾ അവരെല്ലാവരും ഇവിടെ വേദിയിലിരിക്കാൻ അർഹരായിട്ടുള്ള യോഗ്യരായിട്ടുള്ള ആളുകളാണ് പലരും. പക്ഷെ അവരെല്ലാവരും വേദിയിലാണോ സദസ്സിലാണോ സ്ഥാനമെന്ന് നോക്കാതെ സദസ്സിന്റെ ഭാഗമായി ഈ ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ പൂർണ്ണ സമയം പങ്കാളികളാകാൻ എടുത്ത തീരുമാനം, ആ തീരുമാനം വലിയൊരു തീരുമാനം. ആ തീരുമാനം അത് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ആശയം സമൂഹത്തിന് പകർന്നു നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിചേച്ചി അവിടെ നിന്ന് തന്നെ യാത്ര ചെയ്തിരുന്നു. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാർ അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നു. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ ഒരു സന്ദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള സന്ദേശമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സന്ദേശം എന്ന് പറയുമ്പോൾ അശ്വിനി ദേവിന്റെ സംഭാവനകൾ, ആ സംഭാവനകളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും കുറിച്ച് എനിക്ക് മുൻപ് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചു. എനിക്ക് അത്രയും തന്നെയോ അതിനേക്കാളേറെയോ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം അശ്വിനി ദേവ് വിവിധ മേഖലകളിൽ പ്രവർത്തന മേഖല വ്യാപരിച്ചിരുന്ന ഒരു വ്യക്തിത്വമായി. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് അശ്വിനി ദേവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയ നേതാവായിട്ട് കാണണോ, സാഹിത്യകാരനായിട്ട് കാണണോ, ഒരു ജനൻ ടിവിയിൽ കമന്റ് പറയുന്ന ഒരാളായിട്ട് കാണണമോ, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, എങ്ങനെ വേണമെങ്കിലും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. പക്ഷെ അതിനേക്കാളേറെ അദ്ദേഹം നിരവധി ആളുകളുമായിട്ട് വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിബന്ധമാണ് ഇന്ന് സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിരവധി ദുഷ്പ്രവണതകൾ, ആ ദുഷ്പ്രവണതകൾക്ക് കാരണമായിട്ട് ആ വ്യക്തിബന്ധം നഷ്ടപ്പെടുന്നതാണ് അതിന്റെ കാരണമായിട്ട് വന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, വെഞ്ഞാറമൂട്ടിൽ നടന്ന ഒരു കൂട്ടക്കൊല. ഞാൻ ആ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ വീട്ടിൽ പോയി. കാരണം നമ്മുടെ കുട്ടികൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് വീട്ടിലുള്ളവർക്ക് തന്നെ അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകന്റെ വ്യക്തിബന്ധം, ആ വ്യക്തിബന്ധത്തിന്റെ പ്രസക്തി ഏറെ വർദ്ധിക്കുന്നു. ഇന്നത്തെ പത്രങ്ങളിൽ നമ്മൾ വാർത്ത കണ്ടു, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഇതൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ദുരൂഹമരണങ്ങൾ, കൂട്ടാത്മഹത്യകൾ, ഇതെല്ലാം പറയുമ്പോൾ പലപ്പോഴും ഇതൊക്കെ കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് ഞങ്ങളാരും പറഞ്ഞിരുന്നില്ല. കാരണം തൊട്ടടുത്ത വീട്ടിൽ വലിയ കൊലപാതകം നടന്നതിനെ കുറിച്ച് അടുത്ത വീട്ടുകാരന്റെ അടുത്ത ദിവസം പ്രതികരണമുണ്ട്. കാരണം അത്രമാത്രം വ്യക്തിബന്ധങ്ങൾ ശിഥിലമായിരിക്കുന്ന ഒരു കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, ആ പൊതുപ്രവർത്തനം അങ്ങനെയുള്ള ആളുകളെ ചേർത്ത് നിർത്തുക, അങ്ങനെയുള്ളവരെ ചേർത്ത് നിർത്തുക എന്നുള്ള കാര്യം. ഇപ്പോ ആശാ വർക്കേഴ്സിന്റെ സമരം നടക്കുന്ന കാലം ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ്. അടുത്തിടെ ഒരു നവജാത ശിശുവിനെ വലിച്ചെറിഞ്ഞു കൊന്ന ഒരു സംഭവമാണ്. ആരുടെ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടായി. അന്വേഷണം ഉണ്ടായപ്പോ ആ കുഞ്ഞിന്റെ അമ്മയായിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് ആ വീട്ടുകാർക്ക് പോലും അറിയില്ല. പക്ഷെ അവരുടെ ആശാവർക്കർക്ക് അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, വ്യക്തിബന്ധങ്ങളും സ്വന്തം കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയുന്ന പൊതുപ്രവർത്തകൻ,
അങ്ങനെയുള്ള പൊതുപ്രവർത്തകരാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. അശ്വിനി ദേവിനെ ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടാണ്. അങ്ങനെയുള്ള നിരവധി പൊതുപ്രവർത്തകർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരുപക്ഷെ അവരെ ജനങ്ങൾ എത്രമാത്രം അറിയുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് സംശയമുണ്ടാകും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ, ആ പൊതുപ്രവർത്തകർ സമൂഹത്തിൽ ഇനിയും നിരവധി ആളുകൾ അത്തരത്തിലുള്ള പൊതുപ്രവർത്തകർ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഇന്ന് സമൂഹത്തിൽ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ സൂചിപ്പിച്ച നെഗറ്റിവിറ്റി, അതുപോലെ നമ്മുടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ, അനാശാസ്യമായിട്ടുള്ള നിരവധി പ്രവണതകൾ, ആ പ്രവണതകൾ അതിനെ ചെറുക്കാനുള്ള ഒരേ ഒരു മാർഗം ഈ തരത്തിൽ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകർ, കുടുംബത്തിനകത്തും പുറത്തും ആ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്ന പൊതുപ്രവർത്തകർ, അങ്ങനെയുള്ള പൊതുപ്രവർത്തകരെ സ്മരിക്കാൻ, അങ്ങനെയുള്ള പൊതുപ്രവർത്തകരോട് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും എന്ന് അങ്ങനെ ഇപ്പോഴും പ്രവർത്തിക്കുന്നവരോട് പറയാൻ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കായംകുളത്തെ പൗരാവലി, കായംകുളത്തെ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരുമിച്ച് വന്നതിൽ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും